സെഷനിൽ നമ്മൾ പറയുന്നത് മിനിമൈസേഷൻ ഓഫ് റിസ്ക് ഓഫ് ഡിസീസസ് ത്രൂ ബയോസെക്യൂരിറ്റി മെഷേഴ്സ്. ജൈവ സുരക്ഷാ മാർഗങ്ങളിലൂടെ അസുഖങ്ങൾ പകരുന്നത് എങ്ങനെ തടയാം എന്നുള്ളതാണ്. ബയോസെക്യൂരിറ്റി മെഷേഴ്സ്, ജൈവ സുരക്ഷാ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ. ജൈവ സുരക്ഷാ മാർഗങ്ങളിലൂടെ ഒരു പൗൾട്രി ഫാമിൽ കോഴികളെ പരമാവധി അസുഖങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും അതിലൂടെ അവയുടെ ആരോഗ്യവും ഉൽപാദനവും വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. 3 തരത്തിൽ നമുക്ക് ബയോസെക്യൂരിറ്റി ബാരിയറുകൾ വയ്ക്കാവുന്നതാണ്. 1 ഫിസിക്കൽ ബാരിയർ, 2 കെമിക്കൽ ബാരിയർ, 3 ലോജിക്കൽ ബാരിയർ. ഫിസിക്കൽ ബാരിയർ ഒരു ഷെഡിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ബൂട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഷൂസ് ഉപയോഗിക്കുക, ഏപ്രൺസ് അല്ലെങ്കിൽ കവറോൾ ഉപയോഗിക്കുക. ഇതൊക്കെ ഓരോ ഫിസിക്കൽ ബാരിയറാണ്. കെമിക്കൽ ബാരിയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫുഡ് ബാത്ത് ഷെഡിന് ഫ്രണ്ടിൽ വയ്ക്കുക അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ ചെയ്യുക. ഇതൊക്കെ കെമിക്കൽ ബാരിയറുകളാണ്. ലോജിക്കൽ ബാരിയർ ഒരു ഫാമിൽ അസുഖങ്ങളുമായി കോണ്ടാക്റ്റ് വരുന്നത് തടയുന്നതിനായി നമ്മൾ എടുക്കുന്ന നിയന്ത്രണ മാർഗങ്ങളെയാണ് ലോജിക്കൽ ബാരിയർ എന്ന് പറയുന്നത്. ഇതിൽ ഒരു ഫാമിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം, അസുഖങ്ങളുണ്ടെങ്കിൽ അവയെ മാറ്റിപ്പാർപ്പിക്കൽ, ഇവയെല്ലാം വരുന്നു. ബയോസെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ എയിംസ്, ലക്ഷ്യങ്ങൾ. പ്രിവെൻഷൻ ഓഫ് ദ എൻട്രി ഓഫ് പത്തോജനിക് ഓർഗാനിസം ഇൻ ടു പൗൾട്രി പ്രിമിസസ്. പൗൾട്രി ഫാമിലേക്കോ ഷെഡിലേക്കോ രോഗകാരികളായ സൂക്ഷ്മജീവികൾ പ്രവേശനം നേടുന്നത് തടയുക. റിഡക്ഷൻ ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ഓഫ് ദ സറൗണ്ടിങ് ഏരിയ. പൗൾട്രി ഫാമിന് ചുറ്റുമുള്ള സ്ഥലത്ത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മൂലമുണ്ടാകുന്ന കണ്ടാമിനേഷൻ കുറയ്ക്കുക. ടോട്ടൽ എലിമിനേഷൻ ഓഫ് ദ പത്തോജനിക് ഓർഗാനിസംസ് പ്രസൻറ്റ് വിത്തിൻ ദ പ്രിമിസസ്. ആ ചുറ്റുവട്ടത്ത് രോഗകാരികളായ സൂക്ഷ്മജീവികളുണ്ട് എങ്കിൽ അവയെ മുഴുവനായും നീക്കം ചെയ്യുക. ബയോസെക്യൂരിറ്റി മെഷേഴ്സ് പ്രാവർത്തികമാക്കുന്നത് കൊണ്ടുള്ള നേട്ടങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഹെൽപ്സ് കീപ്പ് ഔട്ട് ഡിസീസസ്. രോഗം വരാതിരിക്കാൻ സഹായിക്കുന്നു. റെഡ്യൂസസ് ദ റിസ്ക്. രോഗം വന്നാൽ തന്നെ അതിലുണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. ലിമിറ്റ്സ് ദ സ്പ്രെഡ് ഓഫ് ഡിസീസ്. രോഗം പകരുന്നത് കുറയ്ക്കുന്നു. ഇംപ്രൂവ്സ് ഓവറോൾ ഹെൽത്ത് ഓഫ് ദ ഫ്ലോക്ക്. ഒരു പൗൾട്രി ഫാമിലുള്ള മുഴുവൻ കോഴികളുടെയും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. റെഡ്യൂസസ് മോർട്ടാലിറ്റി ലോസസ്. മരണനിരക്കും അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളും കുറയ്ക്കുന്നു. ഇംപ്രൂവ്സ് പ്രോഫിറ്റബിലിറ്റി. ലാഭം കൂട്ടുന്നു. സ്റ്റെപ്സ് ഓഫ് ബയോസെക്യൂരിറ്റി. ബയോസെക്യൂരിറ്റിക്ക് 3 സ്റ്റെപ്സ് ഉണ്ട്. 1 കൺസെപ്ച്വൽ ബയോസെക്യൂരിറ്റി. ഇതിൽ ഫാമിൻ്റെ ലൊക്കേഷൻ ആണ് നോക്കേണ്ടത്. ഒരു ഫാമിനുള്ളിൽ തന്നെ വിവിധ ഷെഡുകൾ തമ്മിലുള്ള അകലം, ഒരു ഫാമും മറ്റൊരു ഫാമും തമ്മിലുള്ള അകലം, ഒരേ സ്പീഷീസുകളുള്ള ഫാമിൽ ഷെഡുകൾ തമ്മിലുള്ള അകലം, മറ്റു സ്പീഷീസ് ബോർഡുകളുള്ള ഫാമിൽ അവ തമ്മിലുള്ള അകലം, ഇവയൊക്കെ നോക്കുന്നു. 2 സ്ട്രക്ചറൽ ബയോസെക്യൂരിറ്റി. ഇവിടെ സുരക്ഷിതമായ പാർപ്പിടം ഒരുക്കുന്നതിനോടൊപ്പം അതിന് ചുറ്റും വേലി കെട്ടുക, അവയ്ക്ക് ആവശ്യമായ ഫീഡും വെള്ളവും നൽകുക, വേസ്റ്റ് ഡിസ്പോസൽ ശരിയായ രീതിയിൽ ചെയ്യുക, അവയ്ക്ക് ആവശ്യമായ തീറ്റ ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ആ ഫാമിലേക്ക് ആവശ്യമുള്ള എല്ലാ തീറ്റയും മറ്റ് വസ്തുക്കളും, എക്യുപ്മെൻറ്റ്സ്, ലിറ്റർ മെറ്റീരിയൽ, പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ നൽകുക എന്നിവയെല്ലാം ഇതിൽ വരുന്നു. 3 ഓപ്പറേഷണൽ ബയോസെക്യൂരിറ്റി. ഒരു ഷെഡിൽ ഒരു ഫ്ലോക്കിനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടം വൃത്തിയാക്കുക, അണുനശീകരണം നടത്തുക, ഒരു ഫാമിൽ അന്നന്ന് നടത്തുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യുക,
വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നിവയാണ് ഇതിൽ വരുന്നത്. സൈനേജ് ഫോർ ബയോസെക്യൂരിറ്റി. ജൈവ സുരക്ഷയ്ക്ക് വേണ്ടി ഫാമിൽ സ്ഥാപിക്കുന്ന ചില അടയാളങ്ങൾ. 1. ഐസൊലേഷൻ ഓഫ് പൗൾട്രി ഫാം ഫ്രം അതർ പൗൾട്രി. മറ്റ് പൗൾട്രികളിൽ നിന്നും ഒരു പൗൾട്രി ഫാമിനെ മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ വേർതിരിച്ച് നിർത്തുക. 2. ഫെൻസിങ് ഓഫ് ഫാം. ഫാമിന് ചുറ്റും വേലി കെട്ടുക. ഇത് മറ്റ് പ്രെഡേറ്റേഴ്സ് ഫാമിൽ കടക്കുന്നത് ഒഴിവാക്കാം. ലോക്ക് ബിൽഡിങ്സ്. കെട്ടിടങ്ങൾ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. വിസിറ്റേഴ്സിനെ പരമാവധി കുറയ്ക്കുക. വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ വിസിറ്റേഴ്സിൻ്റെ പേരും മറ്റ് ഡീറ്റെയിൽസും എഴുതി സൂക്ഷിക്കുക, റെക്കോർഡിൽ സൂക്ഷിക്കുക. ഒരു ഫാമിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ ആ ഫാമിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിട്ടുണ്ട് എന്നുള്ള ബോർഡ് വെക്കേണ്ടതാണ്. ഫാമിനുള്ളിലുള്ള ഓരോ ഏരിയയിലും എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നതെന്നുള്ള ബോർഡ് സൂചിപ്പിക്കേണ്ടതാണ്. ഇതിൽ ഡിസിൻഫെക്ഷൻ പോയിന്റ്, എൻട്രൻസ്, എക്സിറ്റ്, ക്ലീൻ ഏരിയ, ഡേർട്ടി ഏരിയ, എമർജൻസി എക്സിറ്റ്, സ്റ്റോർ റൂം, ഡേഞ്ചറസ് ഏരിയ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കണം. അതുപോലെ തന്നെ സന്ദർശകർ വരുമ്പോൾ തന്നെ ആ ഫാമിനുള്ളിൽ പ്രവേശിക്കാൻ അവിടുത്തെ ഓണറിനെയോ ഉദ്യോഗസ്ഥരെയോ കാണാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡ് പ്രദർശിപ്പിക്കേണ്ടതാണ്. ബയോസെക്യൂരിറ്റി മെഷേഴ്സിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻസിൻ്റെ ഉപയോഗം. ഷെഡിലേക്ക് കയറുന്നതിന് മുന്നേ ഒരു ചേഞ്ച് ഏരിയ ഉണ്ടായിരിക്കണം. അവിടെ സുരക്ഷാ വസ്ത്രങ്ങളും ബൂട്ടുകളും സ്ഥാപിച്ചിട്ടുണ്ടാവണം. ഷെഡിലേക്ക് കയറുന്നതിന് മുന്നേ അണുനാശിനി കലർത്തിയ ഫുഡ് ബാത്ത് ചവിട്ടിയിട്ട് വേണം കയറാൻ. ഒരു ഷെഡിലേക്ക് കയറുന്നതിന് മുന്നേ അവിടുത്തെ സ്റ്റാഫിനും വിസിറ്റേഴ്സിനും ഷവറിങ് ഇൻ ആൻഡ് ഷവറിങ് ഔട്ട് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഷെഡിനുള്ളിൽ കയറുന്നതിന് മുന്നേ വസ്ത്രങ്ങൾ മാറി കുളിച്ച് വൃത്തിയായതിനു ശേഷം കയറുകയും ഷെഡിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അതുപോലെ തന്നെ വസ്ത്രങ്ങളൊക്കെ മാറ്റി ഇറങ്ങാനുമുള്ള സൗകര്യം. വാഹനങ്ങൾക്കും അണുനാശിനി ചേർത്ത വെള്ളമോ അല്ലെങ്കിൽ സ്പ്രേയോ അടിക്കുന്നതിനായിട്ടുള്ള സൗകര്യം ഉണ്ടാവണം. വരുന്ന സന്ദർശകർക്കും അവിടുത്തെ സ്റ്റാഫിനും ബൂട്ടും ഏപ്രണുമൊക്കെ നൽകേണ്ടതാണ്. ജീവനക്കാർ ഓരോ ഷെഡിലും പ്രത്യേകം ബൂട്ടുകളും കവറോളും ഉപയോഗിക്കേണ്ടതാണ്. ഷെഡിന് പുറത്ത് ഉപയോഗിക്കുന്ന ബൂട്ട്, ഷൂസ്, ഹാറ്റ്, ഗ്ലൗസ് ഇവയൊക്കെ ഷെഡിനുള്ളിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. വസ്ത്രങ്ങൾ മാറ്റി കൈ കഴുകി പോകുന്നതാണ് നല്ലത്. റെസ്ട്രിക്റ്റിംഗ് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങൾ പല ഫാമുകളിലും സ്ഥിരമായി പോകുന്നവ ആയിരിക്കും. ഇത് ഇൻഫെക്ഷൻസ് പകരാൻ കാരണമാകാം. അതുകൊണ്ട് വളരെ അത്യാവശ്യമുള്ള വാഹനങ്ങൾ മാത്രം ഫാമിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഫാമിൽ വാഹനങ്ങൾക്കും സന്ദർശകർക്കും പ്രവേശിക്കാനുള്ള ഒരു പ്രവേശന കവാടം ഉണ്ടാവണം. പൗൾട്രി പ്രൊഡക്ഷൻ ഏരിയയിൽ നിന്നും അകലെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ടാവണം. എൻട്രൻസിലും എക്സിറ്റിലും ക്ലീനിങ്ങിനും ഡിസിൻഫെക്ഷനുമുള്ള സൗകര്യം ഉണ്ടാവണം. ഫീഡ് ട്രക്കുകൾ ഫാമിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഒഴിവാക്കണം. ഡ്രൈവറിൻ്റെ കമ്പാർട്ട്മെൻറ്റ് അകവും പുറവും ഡിറ്റർജൻറ്റും ഡിസിൻഫെക്റ്റൻറ്റും ഉപയോഗിച്ച് വൃത്തിയാക്കണം. അതുപോലെ തന്നെ അവ ഡിസിൻഫെക്റ്റൻസ് ഉപയോഗിച്ച് പ്രവേശന കവാടത്തിൽ വെച്ച് തന്നെ സാനിറ്റൈസ് ചെയ്യേണ്ടതാണ്. ഡ്രൈവേഴ്സ് ഓരോ ഡെലിവറിക്ക് മുന്നേയും ശേഷവും കൈകളും ബൂട്ട്സും സാനിറ്റൈസ് ചെയ്യേണ്ടത് ആണ്. ഓരോ ഡെലിവറിക്ക് ശേഷവും ഷൂസും വാഹനങ്ങളുടെ ഫ്ലോർ ബോർഡും അണുനശീകരണം ചെയ്യേണ്ടതാണ്. ഫാമിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന വാഹനങ്ങൾ, അതായത് ഫീഡ് ഡെലിവറി, ഫ്യൂൽ ഡെലിവറി, ചിക്ക് ഡെലിവറിക്ക് വേണ്ടി
കളക്ട് ചെയ്യാൻ വരുന്ന വാഹനങ്ങൾ നന്നായി കഴുകിയിട്ടുണ്ട് എന്നും അതിന് അടിവശവും ടയറുകളും സ്പ്രേ ഡിസിൻഫെക്ഷൻ ചെയ്തിട്ടുണ്ട് എന്നും ഉറപ്പാക്കേണ്ടതാണ്. വാഹനങ്ങൾ വൃത്തിയാക്കുന്ന വ്യക്തികൾ വൃത്തിയുള്ള നശീകരണം നടത്തിയ വസ്ത്രങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. ഫാമിൻ്റെ എൻട്രൻസിൽ തന്നെ വീൽ ഡിപ്പും ആൾക്കാർക്ക് നടന്നു പോകാനുള്ള പ്രത്യേക പ്രവേശന കവാടവും ക്രമീകരിക്കേണ്ടതാണ്. സാനിറ്റൈസിങ് വാട്ടേഴ്സ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ. കോഴികളെ സംബന്ധിച്ച് വെള്ളത്തിലൂടെ പലവിധമായ രോഗങ്ങളും പകരുന്നുണ്ട്. ഇത് ഒഴിവാക്കുന്നതിനായി വെള്ളം ശേഖരിക്കുന്ന ടാങ്കുകളും കോഴികളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പൈപ്പ് ലൈനുകളും ശുചിയായി സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനായി ഇടയ്ക്കിടയ്ക്ക് പൈപ്പ് ലൈനുകൾ ഡ്രെയിൻ ചെയ്ത് ക്ലീനിങ്ങും ഡിസിൻഫെക്ഷനും നടത്താവുന്നതാണ്. പൈപ്പ് ലൈനുകളിൽ ബയോഫിലും ഉണ്ടാകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും ഓരോ ഫ്ലോക്കിലും ക്ലീൻ ചെയ്ത് ശുചിയാക്കേണ്ടതാണ്. ഫിസിക്കലായിട്ട് ക്ലീനിങ് പറ്റുന്നില്ല എങ്കിൽ ക്ലോറിൻ ഉപയോഗിച്ച് വൃത്തിയാക്കാവുന്നതാണ്. ഇതിനുശേഷം ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് പൈപ്പ് ലൈനുകൾ ഫ്ലഷ് ചെയ്ത് കളയേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് അവയ്ക്ക് കൊടുക്കുന്ന തീറ്റയും വെള്ളവും പരിശോധിക്കേണ്ടതാണ്. പെസ്റ്റ് ആൻഡ് റോഡൻറ്റ് കൺട്രോൾ പ്രോഗ്രാംസ്. നമുക്കറിയാം, ഒരു പൗൾട്രി ഫാമിൽ സദാസമയവും തീറ്റയോ മറ്റവശിഷ്ടങ്ങളോ ലഭ്യമായിരിക്കും. അതുപോലെ തന്നെ എലി പോലുള്ള ജീവികൾക്ക് ഒരു താവളം കൂടിയാണ് പൗൾട്രി ഷെഡുകൾ. ഇവ കാരണം തീറ്റ മലിനമാകുന്നത് മാത്രമല്ല പ്രശ്നം, തീറ്റ ഒരുപാട് നഷ്ടം ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾക്കും മറ്റ് ഉപകരണങ്ങൾക്കും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. അത് കാരണം ഒരു പൗൾട്രി ഷെഡിലേക്കുള്ള പവർ സപ്ലൈയോ മറ്റു പ്രവർത്തനങ്ങളോ തകരാറിലാവാനും കാരണമാകുന്നു. ഫലപ്രദമായ രീതിയിൽ റോഡൻസിനെ നിയന്ത്രിക്കുന്നതിനായി സാനിറ്റേഷൻ, അതായത് ശുചിത്വവും, റോഡൻറ്റ് പ്രൂഫ് കൺസ്ട്രക്ഷൻ, അതായത് എലികൾ പോലുള്ള ജീവികൾ ഷെഡിനുള്ളിൽ കടക്കാത്ത തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തേണ്ടതാണ്. സാനിറ്റേഷൻ എങ്ങനെയാണ് നമുക്ക് നടത്താൻ പറ്റുന്നത് എന്ന് നോക്കാം. ഒരു പൗൾട്രി ഷെഡിൻ്റെ ചുറ്റും 1 മുതൽ 3 മീറ്റർ ഏരിയ എങ്കിലും കോൺക്രീറ്റ് ചെയ്യുകയോ ഗ്രാവൽ നിറയ്ക്കുകയോ ചെയ്യണം. ഇത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഷെഡിന് ചുറ്റുമുള്ള ഏരിയ കാടൊന്നും പിടിച്ചു കിടക്കുന്നില്ല എന്ന് ഉറപ്പാക്കുക. മെഷീൻസും എക്യുപ്മെൻസും നിരപ്പായ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്ന സർഫസിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. തീറ്റ ഷെഡിനുള്ളിലും പുറത്തും കളയുന്നുണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ വൃത്തിയാക്കേണ്ടതാണ്. ഷെഡിനുള്ളിലേക്ക് ഫീഡ് സപ്ലൈ സിസ്റ്റം, വാട്ടർ ലൈനുകൾ, ഇലക്ട്രിക് സപ്ലൈ വയറുകൾ ഒക്കെ പോയിട്ടുണ്ടാവും. അതിൻ്റെ ഓപ്പണിങ്സ് എല്ലാം നന്നായി സീൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. റോഡൻസിനെ നശിപ്പിക്കുന്നതിനായി റോഡൻറ്റിസൈഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിൽ ഇവ ലഭ്യമാണ്. ഇൻസെക്ട്സിനെയും വെക്ടേഴ്സിനെയും നിയന്ത്രിക്കുന്നതിനായി ഒരു വെക്ടർ കൺട്രോൾ പ്രോഗ്രാം നടപ്പാക്കേണ്ടതാണ്. വന്യമൃഗങ്ങളും ജീവികളും ഓമന മൃഗങ്ങളും ഷെഡിനുള്ളിൽ കടക്കുന്നത് തടയേണ്ടതാണ്. വിൻഡോസിലും എയർ ഇൻലെറ്റ്സിലും ഡോറിലും എല്ലാം സ്ക്രീനുകൾ ഉപയോഗിക്കാവുന്നതാണ്. പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഫ്ലൈസ്, ബീറ്റിൽസ്, മൈറ്റ്സ് ഇവയാണ് സാധാരണ വ്യാവസായിക അടിസ്ഥാനത്തിൽ കോഴി വളർത്തുന്ന കർഷകർ നേരിടുന്ന പെസ്റ്റുകൾ. ഈച്ച ശല്യം
അതിന് ചുറ്റും താമസിക്കുന്ന ആൾക്കാർക്കും ചില സമയങ്ങളിൽ ശല്യമായി തീരാറുണ്ട്. ഇവ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളോടൊപ്പം തന്നെ ഷെഡിൻ്റെ സ്ട്രക്ചറിലും നാശനഷ്ടങ്ങൾ വരുത്തുന്നു. അതിനോടൊപ്പം തന്നെ ഇവ പല രോഗങ്ങളുടെയും വാഹകരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം IPM, ഇവയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഷെഡിനുള്ളിലെ പെസ്റ്റിനെ മോണിറ്റർ ചെയ്യുക, അതിനെതിരെ ബയോളജിക്കൽ കൺട്രോൾ ഏജൻസ് ഉപയോഗിക്കുക. To monitor pest and biological control agent populations. 2. To use appropriate management techniques and biological control agents to suppress fly population. പെസ്റ്റിൻ്റെ ശല്യം കുറയ്ക്കാനായി ആവശ്യമായ പരിപാലന മാർഗങ്ങൾ നടപ്പിലാക്കുക, ബയോളജിക്കൽ കൺട്രോൾ ഏജൻസിനെ ഉപയോഗിച്ച് ഈച്ചശല്യം കുറയ്ക്കുക. To allow producers to decide if a pesticide application is needed to control pest and to apply the pesticide at the proper time and place. ഇതിലൂടെ കർഷകന് പെസ്റ്റിസൈഡ് ഉപയോഗിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നും ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് ഏത് സമയത്തും ഏത് സ്ഥലത്തും ഉപയോഗിക്കണമെന്നും തീരുമാനിക്കാൻ ഉള്ള അവസരം നൽകുന്നു. To avoid unnecessary and unprofitable pesticide application. അനാവശ്യവും ലാഭകരമല്ലാത്തതുമായ പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻസിനെ ഒഴിവാക്കാൻ സഹായിക്കുന്നു. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, മെക്കാനിക്കൽ മെത്തേഡുകളിലൂടെ ഈച്ചകളെയും മറ്റ് പെസ്റ്റുകളെയും നിയന്ത്രിക്കുകയും അതിലൂടെ രോഗങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കൾച്ചറൽ അല്ലെങ്കിൽ ഫിസിക്കൽ കൺട്രോൾ. ഫിസിക്കൽ കൺട്രോളിലെ പ്രധാനപ്പെട്ട 3 പോയിന്റുകളാണ് മോയ്സ്ചർ മാനേജ്മെൻറ്റ്, സാനിറ്റേഷൻ, മാനുവർ റിമൂവൽ. ഒരു ഫ്രഷ് പൗൾട്രി മാനുവറിൽ ഏകദേശം 75 മുതൽ 80% നനവ് അല്ലെങ്കിൽ ഈർപ്പം ഉണ്ടാകും. ഏതൊരു മാനുവറിലും 50 മുതൽ 85% നനവ് അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ് ഉണ്ട് എങ്കിൽ ഈച്ചകൾ പെറ്റുപെരുകാൻ സാധ്യത ഉണ്ട്. ഒരു ഷെഡിനുള്ളിലെ മോയ്സ്ചർ ലെവല് തീരുമാനിക്കുന്നത് അവിടുത്തെ വാട്ടറുകളുടെ ലീക്കേജ്, നോൺ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഓവർഹെഡ് വാട്ടർ ലൈനുകളിലൂടെയുള്ള കണ്ടൻസേഷൻ, ഇംപ്രോപ്പർ ആയിട്ടുള്ള വെന്റിലേഷൻ, പുറമേ നിന്ന് മഴയത്തൊക്കെ ഷെഡിനുള്ളിലേക്ക് കയറുന്ന വെള്ളം, ഇവയൊക്കെയാണ്. ഷെഡിനുള്ളിൽ ഒരു ഉണങ്ങിയ അന്തരീക്ഷം അല്ലെങ്കിൽ ഡ്രൈ അറ്റ്മോസ്ഫിയർ നൽകുകയാണെങ്കിൽ മാനുവർ ഒരു കോൺ ഷേപ്പിലാവുകയും അതിന് മുകളിലേക്ക് പുതിയ കാഷ്ടങ്ങൾ മാത്രം വീഴുകയും ചെയ്യുന്നു. ഷെഡിനുള്ളിൽ ആവശ്യമായ വെന്റിലേഷൻ നൽകുന്നതിലൂടെ മാനുവറിൻ്റെ മോയ്സ്ചർ അളവ് കുറയ്ക്കാനും ഷെഡിനുള്ളിൽ ആവശ്യമായ താപനില നിലനിർത്താനും അമോണിയ പോലുള്ള ഗ്യാസ് നീക്കം ചെയ്ത് ഫ്രഷ് എയർ നൽകാനും സാധിക്കുന്നു. ഇൻസെക്റ്റ് പോപ്പുലേഷൻ മാനേജ് ചെയ്യാൻ ഇൻ ഹൗസ് കമ്പോസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. മാനുവർ കൃത്യമായ ഇടവേളകളിൽ ഇളക്കിയിടുന്നതിലൂടെ ഓക്സിജൻ അതിനുള്ളിൽ കടക്കുകയും കമ്പോസ്റ്റിംഗ് നടക്കുകയും ചെയ്യുന്നു. കമ്പോസ്റ്റിംഗ് മൂലം ടെമ്പറേച്ചർ കൂടുകയും അമോണിയ അളവ് കൂടുകയും ഈർപ്പത്തിൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നു. ഇത് ഇൻസെക്റ്റിൻ്റെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അമോണിയ ഉയർന്ന തോതിൽ ഉണ്ടാകുന്നതിനാൽ
കണ്ണിനും മറ്റും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. കമ്പോസ്റ്റിങ്ങിൻ്റെ ഒരു ദോഷം എന്ന് പറയുന്നത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കീടങ്ങളുടെ നാശം ഉണ്ടാകുന്നു. ഫിസിക്കൽ കൺട്രോളിൽ മറ്റൊരു പ്രധാന ഘടകമാണ് സാനിറ്റേഷൻ. ഡെഡ് ബേർഡ്സിനെ അന്നന്ന് തന്നെ നീക്കം ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നത് നല്ലതാണ്. തീറ്റയൊക്കെ കളയുന്നുണ്ടെങ്കിൽ അവയും പൊട്ടിപ്പോകുന്ന മുട്ടയും മാനോറിൽ കിടക്കുന്നത് ഈച്ചയെയും മറ്റ് പ്രാണികളെയും ആകർഷിക്കുന്നു. പൗൾട്രി ഷെഡിന് ചുറ്റുമുള്ള പുല്ലും മറ്റ് കളകളും നീക്കം ചെയ്യുന്നത് ഈച്ച ശല്യം കുറയ്ക്കാനും ഷെഡിനുള്ളിലേക്ക് കൃത്യമായ രീതിയിൽ വായുസഞ്ചാരം കിട്ടുന്നതിനും സഹായിക്കുന്നു. ഫിസിക്കൽ കൺട്രോളിലെ മൂന്നാമത്തെ പോയിൻ്റായ പ്രോപ്പർ മാനോർ മാനേജ്മെൻറ്റ്. മാനോർ ശരിയായി പരിപാലിക്കുന്നതിലൂടെ ഈച്ചയുടെയും മറ്റ് കീടങ്ങളുടെയും വളർച്ച തടയാനും ബെനിഫിഷ്യലായിട്ടുള്ള പ്രെഡേറ്ററിൻ്റെയും പാരസിറ്റോയിഡിൻ്റെയും പോപ്പുലേഷൻസ് കൂട്ടാനും സഹായിക്കുന്നു. അടുത്തത് ബയോളജിക്കൽ കൺട്രോൾ. ഫിസിക്കൽ കൺട്രോൾ ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു ഫാമിൽ മാനോറിൽ ഉയർന്ന തോതിൽ ബെനിഫിഷ്യൽ പ്രെഡേറ്റേഴ്സിൻ്റെയും പാരസിറ്റോയിഡ്സിൻ്റെയും അളവ് ഉണ്ടാവുകയും ഇവ ഈച്ചയുടെ ശല്യം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ചെറിയ സ്റ്റിങ് ഇല്ലാത്ത പരാതങ്ങളായ കടന്നലുകളെയാണ് പാരസിറ്റോയിഡ്സ് എന്ന് പറയുന്നത്. ഇവ കൂടുതലും ഈച്ചകളെ ആക്രമിക്കുന്നു. ഇവ മാനോറിലോ അഴുകുന്ന ജൈവ അവശിഷ്ടങ്ങളിലോ കാണുന്നു. അഡൾട്ട് ഫീമെയിൽ പാരസിറ്റോയിഡ്സ് ഈച്ചയുടെ പ്യൂപ്പയിൽ മുട്ടയിടുകയും ഇവ ഈച്ചയുടെ ലാർവയെ നശിപ്പിക്കുകയും അഡൾട്ട് പാരസിറ്റോയിഡായിട്ട് വളർന്നു വരികയും ചെയ്യുന്നു. പ്രകൃതിദത്തമായ രീതിയിൽ ചെറിയ അളവിൽ മാത്രമേ പാരസിറ്റോയിഡ്സ് ഉണ്ടാകൂ എന്നതിനാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്ന പാരസിറ്റോയിഡ്സിനെ ഉയർന്ന തോതിൽ ഷെഡുകളിലേക്ക് റിലീസ് ചെയ്യുന്നു. ബയോളജിക്കൽ കൺട്രോൾ മെത്തേഡ് ഇഫക്റ്റീവ് ആകണമെങ്കിൽ മാനുവർ ഡ്രൈ ആയി സൂക്ഷിക്കേണ്ടതാണ്. ഒരു പൗൾട്രി ഷെഡിൽ ഈച്ചയുടെയും മറ്റ് പ്രാണികളുടെയും ശല്യം ഉണ്ടാകുന്നോ എന്ന് കൃത്യമായി നിരീക്ഷിക്കുകയും ആവശ്യമാണ് എങ്കിൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. ശരിയായ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുകയും അവ ഏത് അളവിലാണ് ഉപയോഗിച്ചത് എന്നും റെക്കോർഡുകൾ സൂക്ഷിക്കേണ്ടതാണ്. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിൽ ഇൻസെക്ടിസൈഡ്സിന് വളരെ വലിയ ഒരു റോൾ ഉണ്ട്. ശരിയായ അളവിൽ ഉപയോഗിക്കാതിരിക്കുക, ശരിയായ സമയത്ത് ഉപയോഗിക്കാതിരിക്കുക, മാനൂർ മാനേജ്മെൻറ്റ് ശരിയായ രീതിയിൽ നടപ്പിലാക്കാതിരിക്കുക, ഷെഡിനുള്ളിലെ മാനൂറിൻ്റെ മോയ്സ്ചർ അളവ് നിയന്ത്രിക്കാതിരിക്കുക, സാനിറ്റേഷൻ പ്രാക്ടീസസ് നടപ്പിലാക്കാതിരിക്കുക, ഇവയെല്ലാം ഒരു ഷെഡിനുള്ളിലെ ഈച്ചശല്യം കൂട്ടാനും ഇൻസെക്ടിസൈഡ്സ് ഉയർന്ന തോതിൽ ഉപയോഗിക്കേണ്ടതായും വരുന്നു. മിക്കവാറും എല്ലാ ഇൻസെക്ടിസൈഡ്സും പാരസിറ്റോയിഡ്സിന് ദോഷം ചെയ്യുമെന്നുള്ളതുകൊണ്ട് സൂക്ഷിച്ച് ഇൻസെക്ടിസൈഡ്സ് തിരഞ്ഞെടുക്കുന്നതിലൂടെ ബെനിഫിഷ്യൽസിനെ നശിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നു. ഒരു ഷെഡിനുള്ളിൽ ഉപയോഗിക്കുന്ന ഇൻസെക്ടിസൈഡ്സിനെ പലതരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഈച്ചയുടെ ഏത് സ്റ്റേജിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിനെയും ഏത് രീതിയിലാണ് അത് ഷെഡിൽ അപ്ലൈ ചെയ്യുന്നത് എന്നതിനെയും അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതായത് ടാർഗറ്റഡ് ഫ്ലൈ സ്റ്റേജ് ആൻഡ് മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനെ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യാം. ഫ്ലൈ സ്റ്റേജിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ
അഡൾട്ടിനെ നശിപ്പിക്കാനായി അഡൾട്ടിസൈഡ്സും ലാർവയെ നശിപ്പിക്കാനായി ലാർവിസൈഡ്സും ഉപയോഗിക്കാം. അത് അപ്ലൈ ചെയ്യുന്ന രീതി അനുസരിച്ചാണെങ്കിൽ സ്പ്രേ, ബെയ്റ്റ്, ഫീഡ്, അഡിറ്റീവ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം. സ്പ്രേ ആണെങ്കിൽ നമുക്കറിയാം, ഒരു മാനുവർ കളക്ഷനിൽ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്യുന്നു. ബെയ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം, എലിയെയൊക്കെ നശിപ്പിക്കാൻ നമ്മൾ ചില കെണികൾ വയ്ക്കാറുണ്ട്, അതുപോലെ ഉപയോഗിക്കുന്നതാണ് ബെയ്റ്റ്. അല്ലെങ്കിൽ മാനുവറിൽ ചേർക്കുന്ന ചില മിശ്രിതങ്ങൾ, അവയാണ് ഫീഡ് അഡിറ്റീവ്സ്. പൈറത്രിൻ പോലുള്ള കോമ്പൗണ്ട്സ് അടങ്ങിയ കെമിക്കൽസ് ആണ് സ്പ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്നത് എങ്കിൽ ഇവയ്ക്ക് റെസിഡ്യുവൽ ആക്ടിവിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇൻസെക്ടിസൈഡ്സിനെതിരെ ഉണ്ടാകാവുന്ന റെസിസ്റ്റൻസും പരിമിതം ആയിരിക്കും. റെസിഡ്യുവൽ ആക്ടിവിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഏത് സർഫസിലാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം അവശേഷിക്കുന്ന കെമിക്കൽ കൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്നാണ്. ബെയ്റ്റ്സ് അഡൾട്ടിസൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബെയ്റ്റ്സ് ഉപയോഗിക്കുന്നതിലൂടെ ഈച്ചകളുടെ എണ്ണം കുറയ്ക്കാനും അവയെ പരിമിതമായ അളവിൽ നിയന്ത്രിച്ച് നിലനിർത്താനും സാധിക്കുന്നു. ബെയ്റ്റ്സിനോടൊപ്പം സ്പ്രേയും ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവായിട്ട് കാണുന്നു. ബെയ്റ്റ്സ് മറ്റ് ബേർഡ്സോ ജീവികളോ യാദൃശ്ചികമായി കോണ്ടാക്റ്റിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കോഴികളുടെ തീറ്റയിൽ മിക്സ് ആവാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. മെക്കാനിക്കൽ കൺട്രോൾ. പല തരത്തിലും രൂപത്തിലുമുള്ള ഫ്ലൈ ട്രാപ്പുകൾ ഇന്ന് ലഭ്യമാണ്. സ്റ്റിക്കി ഫ്ലൈ സ്ട്രിപ്പ്, ഫണൽ ടൈപ്പ് ട്രാപ്പ്, ഫ്ലൈ സാപ്പേഴ്സ് ഒക്കെ ഉദാഹരണങ്ങളാണ്. ഫ്ലൈ സാപ്പേഴ്സിൽ കീടങ്ങളെ നശിപ്പിക്കുന്നതിനായി വൈദ്യുതി ഉപയോഗിച്ച് ചാർജ് ചെയ്ത ഗ്രിഡുകൾ ഉപയോഗിക്കുന്നു. ചില ട്രാപ്പുകളിൽ ഈച്ചകളെയും മറ്റ് കീടങ്ങളെയും ആകർഷിക്കുന്നതിനായി ഒരു അട്രാക്റ്റൻ്റ് മെറ്റീരിയൽ ആഡ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻസ്. നെയിം ദ 3 types of biosecurity barriers. 3 തരത്തിലുള്ള ജൈവ സുരക്ഷാ ബാരിയറുകളുടെ പേര് എഴുതുക. റൈറ്റ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് IPM. IPMൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതുക. ഫോർ മെയിൻറ്റെയിനിങ് ബയോസെക്യൂരിറ്റി ഇൻ എ ഫാം, വാട്ട് ആർ ദ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു റെസ്ട്രിക്ട് ദ മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. ഒരു ഫാമിൽ ജൈവ സുരക്ഷ ക്രമീകരിക്കുന്നതിനായി വാഹനങ്ങളുടെ നീക്കം തടസ്സപ്പെടുത്തുന്നതിന് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം എന്ന് എഴുതുക. എക്സ്പ്ലെയിൻ ദ ഫിസിക്കൽ കൺട്രോൾ മെത്തേഡ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലെ ഫിസിക്കൽ കൺട്രോൾ മെത്തേഡ് വിശദീകരിക്കുക.